ഹലോ, നമുക്ക് കുറച്ച് കേരള പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യമായിട്ട് നമ്മൾ വലിയൊരു പാത്രത്തിൽ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കോഴിമുട്ട, കുറച്ച് പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു 2 കിലോ മൈദ, ഇത്രയാണ് നമ്മളിതിന് വേണ്ടി എടുക്കുന്നത്. അത് മിക്സ് ചെയ്യാൻ പോവാണ് ഈ പാത്രത്തിൽ. ഉപ്പിട്ടു. ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് മാവ് ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 കിലോ മൈദ. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം, കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ആവരുത്. ഒരു 2 കപ്പ് വെള്ളം, ഒരു 3/4 ലിറ്ററോളം വെള്ളം 2 കിലോ മൈദയ്ക്ക് ആവശ്യം വരും. നമ്മളിത് കുഴച്ചെടുക്കുകയാണ്. ആദ്യം നന്നായിട്ട് ഉപ്പ് ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം കുഴഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം ഇത്രയ്ക്കേ കട്ടി പാടുള്ളൂ. അതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി ഇട്ട് മൂടി വെക്കുകയാണ്. കുഴയിൽ കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് ഏകദേശം ബോളാക്കാൻ പാകത്തിന് മാവ് റെഡി ഉണ്ടാവും. ഇനി നമ്മളിതിനെ ബോളാക്കി മാറ്റുകയാണ്. ഇതുപോലെ എണ്ണ കൂട്ടി പിടിച്ച് ബോളാക്കി എടുക്കുക. ഈ ബോൾ നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരത്തോളം വെക്കണം, എന്നാലേ സ്മൂത്തായി വരുള്ളൂ. സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളതിന് പരത്തി വീശാൻ പോവാണ്. നല്ല സ്മൂത്തായി പരന്ന് വരുന്നുണ്ട്. വീശുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ പിടിച്ച് മെല്ലെ വീശി അടിച്ചെടുക്കണം. എഡ്ജുകളൊക്കെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. വീശുമ്പോൾ മുഴുവനായിട്ട് ചിലപ്പം പരന്നോളണമെന്നില്ല. അതിനുശേഷം കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ കഷ്ണം മുറിക്കുക. പൊറോട്ടയ്ക്ക് പാകത്തിന് കഷ്ണം മുറിക്കുക. ഇതിൽ നിന്ന് ഒരു വലിയ ബോളിൽ നിന്ന് 3 പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കും. ഇതുപോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് ചുറ്റിയെടുക്കുക. റോസാപ്പൂ പോലെ ഉണ്ടാവും. നല്ല മിനുസമുള്ള തറയിലായിരിക്കണം നമ്മളിത് വീശി അടിക്കുന്നത്. ഇത് ഇത്രത്തോളം ഒരു 30ഓളം 2 കിലോയിൽ നിന്ന് ഒരു 30ഓളം പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരമണിക്കൂറിന് ശേഷം പരത്തിയെടുത്ത് ചുടാൻ പോവുകയാണ്. ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമ്മളിത് കല്ലിൽ വെച്ച് ചുടും.
ഒരുപാട് പരത്തണമെന്നില്ല, കുറച്ച് കട്ടിയിൽ പരത്തിയാൽ മതി. ഇതിന് ശേഷം ആദ്യം കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനെ ചുട്ടെടുക്കുകയാണ്. കരിഞ്ഞു പോരുത്, ആവശ്യത്തിന് മാത്രം വേവിച്ച് തിരിച്ച് മറിച്ച് വിട്ട് വേവിക്കണം. ഏകദേശം ഒരു സൈഡ് കുറച്ച് വെന്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചിടുകയാണ്. മേലെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊറോട്ട വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ ആ ലെയറായിട്ട് ഇളകി വരുന്നതിന് ഒന്ന് അടിച്ചു കൊടുക്കണം. ഒരു 5-6 ഒരുമിച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. നമ്മുടെ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല ലെയറായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.